has a story of love, hope and effort. Welcome to Stramix Home Stories. ഹലോ ഓൾ, ഞാനിപ്പോൾ വന്നിട്ടുള്ളത് ആറ്റ്ലോണിലുള്ള ഫെബിൻ ചേട്ടൻ്റെയും ലിൻഡ ചേച്ചിയുടെയും വീട്ടിലാണ്. ആൻഡ് ഒരു സ്പെഷ്യൽ ഗസ്റ്റ് കൂടിയുണ്ട്, അവരുടെ ക്യൂട്ട് ലിറ്റിൽ ഏഞ്ചൽ മറിയോസ ബേബി. സോ ചേച്ചി ചേട്ടാ, വെൽക്കം ടു ദി ഷോ. താങ്ക് യു. അപ്പോൾ ഇനി നമുക്ക് ഇവരുടെ വിശേഷങ്ങളിലേക്ക് കിടക്കാം. എത്ര നാളായി ഇവിടെ അയർലൻഡിൽ വന്നിട്ട്? 6 years ആയി. 6 years ആയി. ചേച്ചി ഒരുമിച്ചാണ് നിങ്ങൾ വന്നത്? അതെ ഏകദേശം 6 months ഗ്യാപ്പിലാണ്. ചേച്ചിയും ചേട്ടൻ എന്താണ് വർക്ക് ചെയ്യുന്നത്? ഒരു ഹോസ്പിറ്റൽ വർക്ക് ചെയ്യുന്ന ഓക്കെ ഹോസ്പിറ്റൽ, ഹെൽത്ത് കെയർ പ്രൊഫഷൻസ് ആണ്. ഓക്കെ. അപ്പം ഈ ഒരു വീട് എടുക്കുന്നത്, ഇപ്പോൾ ഒരു വീടെന്ന് പറയുന്നത് എല്ലാവരുടെയും ഒരു ഡ്രീമാണ്. അപ്പോൾ ഓരോ ഡ്രീമിൻ്റെയും പിന്നിൽ ഒരു സ്റ്റോറി ഉണ്ടാവും. അപ്പോൾ ഈ ഒരു വീടിൻ്റെ പിന്നിലുള്ള ഒരു സ്റ്റോറി അതെന്താണ്? അതിപ്പം അലീന പറഞ്ഞ പോലെ തന്നെ ഞങ്ങളുടെ ഒരു ഡ്രീം ഹൗസാണ്, ഞങ്ങളുടെ ഫസ്റ്റ് വീടാണിത്. അപ്പം അതിന് ഞങ്ങളുടെ മാക്സിമം ഞങ്ങൾ ചെയ്തിട്ടുള്ള വീടാണിത്. അപ്പം അതാണ് വീടിനെ പറ്റിയിട്ട് പറയുന്നത്. വീട് കണ്ട് പക്ഷെ മനസ്സിൽ ഇഷ്ടപ്പെട്ട നമുക്കിത് തന്നെ നമുക്കൊരു ഒരു കാര്യം ഉണ്ടായിരിക്കില്ല, വിച്ച വീട് അങ്ങനെ നമുക്ക് കിട്ടിയൊരു വീടായത്. പക്ഷേ ഞങ്ങൾ ഭയങ്കര ഹാപ്പിയാണ് ഇപ്പോൾ. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ഒരു ആത്ലോൺ ഈ പ്ലേസ് തന്നെ സെലക്ട് ചെയ്യാൻ കാരണം? ഞങ്ങൾ വന്നത് ഇങ്ങോട്ടാണ്, ഞങ്ങളുടെ സ്റ്റാർട്ടിങ് ഇവിടെയാണ്. അപ്പം ഞങ്ങൾക്ക് ഇവിടെ വിട്ടു പോകാനായിട്ട് താല്പര്യമില്ലായിരുന്നു. എല്ലാവർക്കും അങ്ങനെ തന്നെയാണ്. ഞങ്ങൾ വീട് നോക്കിയായിരുന്നു, പക്ഷേ ഞങ്ങൾക്ക് അതത്ര അങ്ങോട്ട് ഇഷ്ടപ്പെടാതെ ഇവിടുത്തെ ഒരു 5 minutes അല്ലേ ഞങ്ങൾ വന്ന സ്ഥലം മോട്ടെന്ന് പറയും. ഇപ്പം ഞങ്ങൾ അവിടെ തന്നെ യൂസ്ഡ് ആയതുകൊണ്ട് ഞങ്ങൾക്ക് ഇവിടുന്ന് മാറാനും വലിയ താല്പര്യമില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ തന്നെ ഞങ്ങൾ സെലക്ട് ചെയ്തത്. അപ്പോൾ ചേട്ടാ, ഞാൻ ഇതിൻ്റെ ഇൻറ്റീരിയേഴ്സും പിന്നെ അതിൻ്റെ കളറും ടൈൽസും എല്ലാം കണ്ടു. ഇത് വളരെ അടിപൊളിയായിട്ടുള്ള ഒരു തീമിലാണ് ഈ ഒരു ഹോൾ വീട് നിങ്ങൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പം എന്തെങ്കിലും ഒരു റെഫറൻസോ അല്ലെങ്കിൽ ഇങ്ങനെ ആയിരിക്കണം, ഈ കളർ വേണം, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നോ? ഞങ്ങൾക്കൊരു ഗോൾഡും വൈറ്റും ആയിട്ടുള്ള ഒരു തീം ഫസ്റ്റ് ഞങ്ങൾക്ക് മനസ്സിലുണ്ടായിരുന്നു. പിന്നെ അതുപോലെ വീട് കിട്ടിയത് തന്നെ സ്ട്രക്ചറായിട്ടൊരു വീട് മാത്രം കിട്ടിയത്. പിന്നെ അതിൽ ഒത്തിരി ചലഞ്ചസ് ഉണ്ടായിരുന്നു. ഈ പോലെ കൂടുതലും ഞങ്ങൾ ഫസ്റ്റ് വീട് ഞങ്ങളുടെ, അപ്പോൾ അതിനനുസരിച്ച് ഞങ്ങൾക്ക് എങ്ങനെയൊക്കെ വേണമെന്ന് ഒരു ഐഡിയാസ് കുറവായിരുന്നു. പിന്നെ കുറേ വീഡിയോസ് കണ്ട് ഐഡിയാസ് കിട്ടി. പിന്നെ ഈ പോലെ ഞങ്ങൾ ടൈലെടുക്കാൻ പോയി അഭിലാഷും 2 പേരും നന്നായിട്ട് ഞങ്ങൾക്ക് കുറേ ടൈം എടുത്ത് ഞങ്ങൾക്ക് പിന്നെ പോകാനായിട്ട് ഒരു മടിയായിരുന്നു കടലിലോട്ട്. ബിക്കോസ് അവർക്കൊരു ബുദ്ധിമുട്ടാകുമെന്നൊരു സംശയം അവസാനം തോന്നി തുടങ്ങി. അവർ പറഞ്ഞു നിങ്ങൾക്ക് എപ്പോൾ ഉണ്ടോ അവിടെ ഞാൻ നിങ്ങൾക്ക് ടൈം എടുത്ത് ചെയ്തു തരാമെന്ന് പറഞ്ഞു. അങ്ങനെ കുറേ വീഡിയോസ് ഡിസൈനൊക്കെ ചെയ്തു തന്നു. ബാത്റൂമിനാണെങ്കിൽ ഈ പറഞ്ഞ ടൈൽസ് ഒക്കെ ഇട്ട് ഡിസൈൻ ചെയ്തു തന്നു. അപ്പോൾ ഈ ടൈൽസ് എന്തുകൊണ്ടാണ് ചൂസ് ചെയ്യാൻ കാരണം? ടൈൽസ് ഞങ്ങൾക്ക് വൈറ്റ് ടൈൽസ് ആയിരുന്നു താല്പര്യം. അപ്പോൾ അതിൽ തന്നെ ഞങ്ങൾക്ക് മാറ്റ് ഇടാനായിട്ട് ഇഷ്ടമായിരുന്നു. അപ്പോൾ ഫ്ലോറിംഗ് മൊത്തം ചെയ്തത് മാറ്റാണ്, ഫുൾ ടൈലക്സിനാണ് ഫുൾ ഇട്ടിരുന്നത്. മേളിലും അതുപോലെ തന്നെ മാറ്റ് ടൈൽസ് ആണ് ഫുൾ വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ റാക്കിൻ്റെ ആണെങ്കിൽ ഈ പറഞ്ഞ കുറേ കളക്ഷൻസ് ഉണ്ടായിരുന്നു. അങ്ങനെ അവിടെ പോയി അങ്ങനെ ചൂസ് ചെയ്തതാണ്. അപ്പോൾ നിങ്ങൾ ഉദ്ദേശിച്ച അത്രയും ആ ഒരു പാറ്റേൺസ് ഒക്കെ ടൈലക്സിൽ നിന്ന് കിട്ടിയായിരുന്നു? ഞങ്ങൾക്ക് കൺഫ്യൂഷൻ ആയിരുന്നു അവസാനം ഏതിടും എന്നുള്ളത്. കാരണം എല്ലാം ഒന്നിനൊന്നും വെച്ചായിരുന്നു അവിടുത്തെ. അപ്പോൾ നിങ്ങൾ ഉദ്ദേശിച്ച പോലത്തെ ആ ഒരു കളർ തീമിനെ കോംപ്ലിമെന്റ് ചെയ്യുന്ന രീതിയിലുള്ള കളക്ഷൻസ് അവിടെ നിന്ന് കിട്ടിയായിരുന്നു. ഹ്യൂജ് താങ്ക്സ് ടു എബി ആൻഡ് അഭിലാഷ് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ചൂസ് ചെയ്തിട്ടുള്ളത് ആർഐക്കയുടെ റാക്കിന്റെ ടൈൽസ് ആണ്. റാക്കിന്റെ ഒത്തിരി കളക്ഷൻസ് ഉണ്ടായിരുന്നു. ആക്ച്വലി അയർലൻഡിൽ ഇവിടെ നമ്മുടെ ടൈൽസിൽ മാത്രമാണ് എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഒരു കളക്ഷൻസ് അവരുടെ കയ്യിലുണ്ട്. അങ്ങനെ പിന്നെ അതുപോലെ തന്നെ ബാത്റൂമിലാണെങ്കിൽ നമുക്ക് ഇഷ്ടംപോലെ സെലക്ഷൻസ്, നല്ലൊരു പ്രീമിയം തീമിലാണ് ബാത്റൂംസ് ഒക്കെ നിങ്ങൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഒത്തിരി മോഡൽസ് ഉണ്ട്. അതുപോലെ പറഞ്ഞ പോലെ അഭിലാഷ് ഒത്തിരി ഹെൽപ്പ് ചെയ്തു ഞങ്ങൾ ഡിസൈൻ ചെയ്യാനും എങ്ങനെ ഇരിക്കും എന്നൊക്കെ ഞങ്ങൾ നേരത്തെ കാണിച്ചു തന്നു. ബാത്റൂമൊക്കെ അതിന്റെ ആക്സസറീസ് ആണെങ്കിലും ഡിസൈൻ ചെയ്ത് കാണിച്ചത് ഞങ്ങൾക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിരുന്നു. ബിക്കോസ് ഞങ്ങൾ ഒത്തിരി ഡൗട്ട്ഫുൾ ആയിരുന്നു. ഇപ്പം മാച്ചിങ് ടൈൽ ആയിരിക്കുമോ, അതായത് നമ്മൾ കോൺട്രാസ്റ്റ് പോലെ എടുത്താൽ അത് മാച്ചിങ് ആയിരിക്കുമോ എന്ന്. സോ അവർ ഡിസൈൻ ചെയ്തപ്പോൾ അത് ഒത്തിരി ഹെൽപ്ഫുൾ ആയിരുന്നു. ഈവൻ സ്റ്റെപ്പ് വരെ ഞങ്ങൾ വിചാരിച്ചാലും അടിപൊളിയായിട്ട് ഒരു ക്ലാസി ലുക്കായിരുന്നു, ഒരു സ്റ്റൈലിഷ് ലുക്കാണ്. സ്റ്റെപ്പ് വരെ സൂപ്പറായിട്ട് ഞങ്ങൾക്ക്
അവസാനം റിസൾട്ട് കിട്ടി. അപ്പൊ നിങ്ങൾ ഉദ്ദേശിച്ച പോലുള്ള ഒരു സ്വപ്ന ഭവനം തീർക്കാനായിട്ട് നിങ്ങൾ ഒത്തിരി അധികം ടൈലക്സ് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഒത്തിരി ഹെൽപ്പ് ചെയ്തു. മാത്രമല്ല ഫെബിൻ ചേട്ടൻ്റെ പാരൻസ് ആയിട്ടുള്ള രാജു അങ്കിളും സുമ ആൻറ്റിയും കൂടെ ഇവിടെയുണ്ട്. അപ്പോൾ നമുക്ക് അവരുടെ അടുത്തൊന്ന് വിശേഷങ്ങൾ ചോദിച്ചാലോ? ഹായ് ആൻറ്റി, ഹായ് അങ്കിൾ, എങ്ങനെയുണ്ട്? വീടൊക്കെ ഇഷ്ടപ്പെട്ടോ? നാട്ടിലെ പോലെ തന്നെയുള്ള ടൈലും എല്ലാം കൊണ്ടും നല്ല സൂപ്പർ വീടായിരിക്കും. നാട്ടിൽ മാത്രമാണല്ലോ യൂഷ്വലി കണ്ടിട്ടുള്ളൂ. ഇവിടെ പെട്ടെന്ന് അങ്ങനെ കണ്ടപ്പോൾ എന്ത് തോന്നി? വളരെ സന്തോഷം തോന്നി. ഇവിടെ ഈ ടൈലെല്ലാം കിട്ടുമല്ലോ എന്ന് ഞങ്ങൾ വിചാരിച്ചില്ല. പക്ഷെ എല്ലാം നല്ല സൂപ്പറായിരിക്കും. അങ്കിൾ നല്ല കളറും പാറ്റേൺ ഒക്കെ എങ്ങനെയുണ്ട്? നല്ല അടിപൊളിയാണല്ലേ? അവരുടെ പ്ലാനിനനുസരിച്ച്, അവരുടെ ഡ്രീമിനനുസരിച്ച് നല്ലൊരു വീട് കിട്ടി. അത് ദൈവാനുഗ്രഹം അങ്ങനെ വിചാരിക്കുന്നു ഞങ്ങൾ. എനിക്ക് ഈ വീട്ടിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇവർ യൂസ് ചെയ്തിട്ടുള്ള ഒരു കളർ പാലറ്റ് ആണ്. വളരെ ബാലൻസ്ഡ് ആൻഡ് സട്ടിൽ ആയിട്ടുള്ള കളർ തീമാണ് ഇവർ യൂസ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഇവിടെയുള്ള ഈ ഫർണിച്ചേഴ്സ് ആവട്ടെ, ഈ ലൈറ്റ്സ് ആവട്ടെ, അല്ലെങ്കിൽ ഈ ക്യാബിനറ്റ്സിൽ യൂസ് ചെയ്തിട്ടുള്ള കളേഴ്സ് ആവട്ടെ, എല്ലാം വളരെ കോംപ്ലിമെൻറ്റിങ് ആൻഡ് ബ്യൂട്ടിഫുൾ ആണ്. ഒരു വീടിൻ്റെ ഭംഗി ഏറ്റവും കൂടുതൽ എൻഹാൻസ് ചെയ്യുന്നത് അവിടുത്തെ ഫ്ലോറിങ് തന്നെയാണ്. ഏത് ടൈപ്പ് ടൈൽ ചൂസ് ചെയ്യണം, ഏത് ടൈപ്പ് പാറ്റേൺ ചൂസ് ചെയ്യണം, ഏത് കളർ, അങ്ങനെ ഒത്തിരി ക്വസ്റ്റ്യൻസ് ഉണ്ട്. ആൻഡ് അതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടേഴ്സ് ആണ്. നമ്മുടെ ഈ വീട്ടിൽ ടൈലിങ് ചെയ്തിട്ടുള്ളത് ടൈലക്സ് ആണ്. ആൻഡ് യു ക്യാൻ സീ ഹൗ പെർഫെക്റ്റ് ഇറ്റ് ഈസ്. ആയിട്ടുള്ള ഒരു തീമിലുള്ള ഒരു ലുക്കാണ് ഈ ടോയ്ലറ്റിന് അവർ കൊടുത്തിട്ടുള്ളത്. ആൻഡ് അവർ യൂസ് ചെയ്തിട്ടുള്ള ടൈലാണെങ്കിൽ അധികം അങ്ങനെ കണ്ടുവരുന്ന ഒരു ഡിസൈൻ അല്ല ഇങ്ങനത്തെ ഒരു പാറ്റേൺ ഒരു ടോയ്ലറ്റിൽ. ഇതൊരു വൈറ്റ് ടൈലാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് മെജോറിറ്റി പോർഷൻസിൽ. ആൻഡ് അതിനെ കോംപ്ലിമെൻറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ഡാർക്ക് ഷെയ്ഡിലുള്ള ഹൈലൈറ്റ് ടൈലാണ് ഇവിടെ ചൂസ് ചെയ്തിട്ടുള്ളത്. ആൻഡ് അതിൻ്റെ കൂടെ അവർ കൊടുത്തിരിക്കുന്ന ആക്സസറീസ് മൊത്തം ഒരു ഗോൾഡൻ ടച്ചാണ്. ആൻഡ് ദാറ്റ് ഈസ് വാട്ട് മേക്കിംഗ് ദിസ് ടോയ്ലറ്റ് വെരി എക്സ്ട്രാ ഓർഡിനറി. ട്രെൻഡിങ് ആയിട്ടുള്ള ഒന്നാണ് ടൈലറ്റ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള സ്റ്റേഴ്സിൽ വെക്കുന്ന ഈ സ്റ്റെപ്സ്. ആസ് യു ക്യാൻ സീ വളരെ സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു ലുക്കാണ് ഈ സ്റ്റെപ്സ് സ്റ്റേഴ്സിന് കൊടുക്കുന്നത്. നമ്മളിവിടെ സ്റ്റേഴ്സ് കയറി വരുമ്പോൾ തന്നെ ഈ ഒരു സ്പേസ് എന്ന് പറയുന്നത് ഒരു ലെഷർ സ്പേസ് ആണ്. സൈറ്റ് സീയിങ്ങിനും അല്ലെങ്കിൽ ചുമ്മാ ഇങ്ങനെ വർത്തമാനം പറഞ്ഞിരിക്കാനൊക്കെ ഒരു നല്ല സ്പോട്ടാണ്. ആൻഡ് അവരിവിടെ യൂസ് ചെയ്തിട്ടുള്ളത് പോർഷ് ഫിനിഷിലുള്ള ഒരു ടൈലാണ്. ഈ ടൈൽ ഈ ഒരു മൊത്തം ഫീൽ ആൻഡ് ആംബിയൻസ് വളരെയധികം എൻഹാൻസ് ചെയ്യുന്നുണ്ട്. ബ്ലാക്ക് ഗിവ്സ് ഓൾവേസ് എ പോഷ് ഫീൽ. ആസ് യു ക്യാൻ സീ ഇതൊരു ബാത്റൂം ആണെന്ന് പോലും എനിക്ക് തോന്നുന്നില്ല. ബിക്കോസ് അത്രയ്ക്കും അടിപൊളിയായിട്ടാണ് ഇവർ ഇതിൻ്റെ ടൈൽസും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇവരിവിടെ വാൾസിൽ കൊടുത്തിട്ടുള്ളത് ഒരു റോയൽ ബ്ലാക്ക് തീമിലുള്ള ടൈൽസും അതുപോലെ ഫ്ലോറിൽ വന്നിട്ടുള്ളത് ഒരു നേവി ബ്ലൂ തീമിലുള്ള ടൈൽസാണ്. നൗ വി ക്യാൻ ഗോ ടു ദ മാസ്റ്റർ ബെഡ്റൂം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പോഷ് ഫിനിഷിലുള്ള ലൈലാക്ക് ഷിഫോൺ എന്ന് പറഞ്ഞ ടൈലാണ് ഇവരിവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. ആൻഡ് അതുകൊണ്ട് തന്നെ വളരെ പീസ്ഫുൾ ആൻഡ് കാം ആയിട്ടുള്ള ഒരു മൊത്തം ആംബിയൻസ് എനിക്ക് ഇവിടെ നിൽക്കുമ്പോൾ കിട്ടുന്നുണ്ട്. ഐ വിൽ ഷോ ദ ബാത്റൂം. സോ ഇവിടെ ഒരു കോഫി ബ്രൗൺ ആൻഡ് വൈറ്റ് തീമിലാണ് ഇവർ ഈ ഒരു ബാത്റൂം സെറ്റ് ചെയ്തിട്ടുള്ളത്. ചെറിയ സ്പേസ് ആണെങ്കിലും ദ സെലക്ഷൻ ഓഫ് ദ ടൈൽസ്, ദ പാറ്റേൺ ആൻഡ് ദ കളർ അത് വളരെയധികം ഈ ഒരു സ്പേസിനെ എൻഹാൻസ് ചെയ്തിട്ടുണ്ട്. ഒരു വീടിൻ്റെ സോൾ സ്പേസ് എന്ന് പറയുന്നത് അവരുടെ ലിവിങ് ഏരിയ ആണ്. ഒരു വീട്ടിലെ എല്ലാ ആൾക്കാരും ഏറ്റവും കൂടുതൽ സ്പെൻഡ് ചെയ്യുന്ന ടൈം അതിവിടെ തന്നെയാണ്. ആൻഡ് ഞാനിവിടെ ഇരിക്കുമ്പോൾ വളരെ റിലാക്സ്ഡ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ബിക്കോസ് ആസ് യു ക്യാൻ സീ ഈ ഫേർണിച്ചർ ആവട്ടെ, ഈ ഫ്ലോറിംഗ് ആവട്ടെ, ഈ ഒരു ഫീലിനെ വല്ലാതെ കോംപ്ലിമെൻറ്റ് ചെയ്യുന്നുണ്ട്.